രാഹുൽ ഈശ്വറിലേക്ക്. രാഹുൽ, നോക്കൂ, നമ്മളുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഈ നിലയിലും മൃഗബലി സാർവത്രികമായി, നോക്കൂ, നരബലി ഉണ്ടായ സ്ഥലമാണ് എന്ന് നേരത്തെ ശ്രീകുമാർ മനയിൽ പറയുകയുണ്ടായി. അത് ശരിയാണ്, നമ്മളൊന്നും അറിയാതെയാണ് നടന്നത്. പക്ഷേ മൃഗബലിയിലൂടെ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന വലിയ സമൂഹമുണ്ടോ? നേരത്തെ മാടായിക്കാവില്, ഇതിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണല്ലോ, അവിടെ മൃഗബലി ഉണ്ടായിരുന്നു, ആടിനെ ഇറക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് അത് ഒഴിവാക്കപ്പെട്ടത്. ഇപ്പോൾ കോഴിയാണ് അവിടുത്തെ നിവേദ്യം എന്നുള്ളതാണ്. അതിപ്പോഴും തുടരുന്നുണ്ടോ? ഇതെല്ലാം ജീവനാണ് രാഹുൽ. രണ്ട് കാര്യങ്ങൾ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. 1962 സർദാർ സാഹിബി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ, അന്നത്തെ ബോംബെയിലാണ് സുപ്രീം കോടതി ഇടപെടുകയും മനുഷ്യബലിയോ മൃഗബലിയോ ഉണ്ടെങ്കിൽ സർക്കാരുകൾക്ക് അത് ഇന്റർവീൻ ചെയ്യാം എന്ന നിലപാട് സുപ്രീം കോടതി എടുത്തത്. 1968 കേരള ഹൈക്കോടതി, കേരള ഗവൺമെന്റ് അടക്കമുള്ളവർ ഇന്റർവീൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മൃഗബലി അടക്കം നിരോധിച്ചത്. പക്ഷെ നമുക്ക് അറിയാവുന്നതുപോലെ 99% ഇത്തരം കാര്യങ്ങൾ നമ്മുടെ അമ്പലങ്ങളിൽ നടക്കാറുണ്ട്. നമ്മുടെ അമ്പലങ്ങളിൽ നടക്കുന്നത് സാത്വിക പൂജാരീതികളാണ്. നമ്മുടെ ബ്രാഹ്മണനോ നമ്പൂതിരിമാരോ ഒന്നും അത്തരത്തിൽ ആഭിചാര കർമ്മങ്ങളോ ദുർമന്ത്രങ്ങളോ ചെയ്യാറില്ല. ഇവിടെ ഒരു വരി കൂടി അറിഞ്ഞിരിക്കണം, യാഗവും പൂജയും എന്താണ്, അത്തരം കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരരുത്. പലരും ഈ വാക്കുകൾ ലൂസായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് യാഗം എന്ന് പറഞ്ഞാൽ വൈദികമായ ഒരു കർമ്മമാണ്, പൂജ എന്ന് പറഞ്ഞാൽ താന്ത്രികമായ ഒരു കർമ്മമാണ്. അക്കീർവൻ കാളിദാസനെ പോലുള്ള വളരെ പ്രഗത്ഭർ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുമാണ്. അപ്പോ ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തി ഇതിനെ ഒരു വക്രീകരിക്കുന്ന രീതിയിലേക്ക് പോകരുത്. ദുർമന്ത്രമാണ് ഒരു പക്ഷേ ശ്രീ DK ശിവകുമാർ സൂചിപ്പിച്ച കാര്യം, അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. അപ്പം ദുർമന്ത്രവാദത്തിന്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ. നമ്മുടെ ശാസ്ത്രീയ പൂജാരീതികളിൽ പോലും മൃഗത്തെ സമർപ്പിക്കുന്ന ചടങ്ങുകളും മറ്റുമുണ്ട്. ഈ കഴിഞ്ഞ 2020 സുപ്രീം കോടതിയെ സമീപിക്കുകയും ശാസ്ത്രീയ പൂജാരീതികളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പൊ അതൊക്കെ മറ്റു വിഷയമാണ്. ഇതിലെ വിശ്വാസം വളരെ പരമപ്രധാനമാണ്. പക്ഷെ ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. മഹാത്മാഗാന്ധി ആണെങ്കിലും സ്വാമി വിവേകാനന്ദൻ ആണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ഒക്കെ സാത്വികമായ പൂജാരീതികളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണ്. അപ്പൊ 1-2 ആൾക്കാർ തെറ്റ് ചെയ്ത് കാണാം. നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ഈ സാത്താൻ വർഷിപ്പ്, സാറ്റിൻ വർഷിപ്പ് ഒക്കെ പറയുന്നത് പോലെ ഹിന്ദു സമൂഹത്തിൽ ഇതേപോലെ ചില മാലിന്യങ്ങൾ കാലാന്തരത്തിൽ വരാം. അവിടെയാണ് യോഗക്ഷേമ സഭയാകട്ടെ, നമ്മുടെ ബാക്കി NSS, SNDP ആകട്ടെ, ബാക്കി നമ്മുടെ സഭകളെല്ലാം വിശ്വാസികൾക്കിടയിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുകയും ഇത്തരം നെഗറ്റീവ് കാര്യങ്ങൾ മാറുകയും ചെയ്തെന്ന് പറയണം. ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ DK ശിവകുമാർ വലിയൊരു ഭക്തനാണ്. പേരിൽ പോലും ബാംഗ്ലൂരിന്റെ സ്ഥാപകനായ കെമ്പെ ഗൌഡ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം അമ്പലങ്ങളിൽ പോകുന്നതാണ്, വലിയ വിശ്വാസിയാണ്, സർവമത വിശ്വാസിയാണ്. യേശു ക്രിസ്തുവിന്റെ 100 ഫീറ്റുള്ള സ്റ്റാച്ചു അദ്ദേഹത്തിന്റെ സ്ഥലത്താണ് പണിതത്. അപ്പൊ അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിരിപ്പിക്കാനുള്ള സാധ്യത. അദ്ദേഹത്തിനെതിരെ ഒരു കൂടോത്രം നടക്കുന്നുണ്ട്, ദുർമന്ത്രവാദം നടക്കുന്നുണ്ട്, ആഭിചാരം, മാരണം തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ യാഗം, ഹോമം, പൂജ തുടങ്ങിയ വാക്കുകൾ പറയുന്നത്. കാര്യം എന്റെ മോന്റെ പേര് പോലും യാഗം എന്നാണ് ഇട്ടിരിക്കുന്നത്, കാര്യം യാഗത്തിൽ വരുന്നത്. അപ്പൊ ഇതെല്ലാം അമ്പലത്തെയും വിശ്വാസികളെയും വ്രണപ്പെടുത്താത്ത രീതിയിലായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങൾ ലോകത്തിൽ എത്തിക്കുന്നത്. ശ്രീ DK ശിവകുമാറിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. 1-2 ആൾക്കാർക്ക് തെറ്റുപറ്റി കാണാം. ഇപ്പൊ ആസ്ട്രൽ പ്രൊജക്ഷന്റെ പേരിൽ വീട്ടുകാരെ കൊന്നൊരാളെ നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് അറിയില്ലേ? അങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ നിഹാരി കൊല്ലി ഡൽഹിയിൽ പറയുന്ന 12ഓളം പേര് മരിച്ച സംഭവത്തിന് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു, അറിയില്ല. അപ്പൊ ഇത്തരം വൺ ഓഫ് ഇൻസിഡന്റ് തെറ്റിദ്ധരിപ്പിച്ചതാകാം എന്നാണ് രാഹുലിന്റെ വാദം. Debate with MV Nikesh Kumar.